സോണി അവളെ കണ്ടതും ഷീതുവിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവരുടെ മുൻപിൽ നിൽക്കുന്ന സോണി സംശയത്തോടെ വിഷ്ണുവിനെയും ഷീതുവിനെയും നോക്കി. എന്നാൽ അവൾ അങ്ങനെ അവിടെ വന്നു എന്നുള്ള സംശയമായിരുന്നു ഷീതുവിന്. അവളിൽ സോണിയെ കണ്ടതിന് ഞെട്ടലായിരുന്നു. സോണി അവൾ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആരടിയത്? വിഷ്ണു ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഷീതു എന്ത് പറയണമെന്നറിയാതെ സോണിയെ തന്നെ നോക്കി. ജന്മം കൊണ്ട് തൻ്റെ അനുജത്തിയാണ്, പക്ഷെ അതവൾ ഒരിക്കലും അംഗീകരിക്കില്ല. അവൾ എന്തിനീ നാട്ടിലേക്ക് വന്നു? ഇനി അടുത്തൊരു പ്രശ്നമാണോ? ഇതൊക്കെയായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചോദിച്ചത് കേട്ടില്ലടി, നിനക്കറിയോ അവളെ? ആരടിയത്? ഷീതുവിന്റെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് വേദനിക്കുന്നു, അവൾ അവനെ നോക്കി പറഞ്ഞു. അവരെ രണ്ടുപേരെയും കണ്ടതും സോണി അവരുടെ അടുത്തേക്ക് നടന്നു. സോണി തങ്ങളുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഷീതുവിനെ കൊണ്ട് പുറകിലേക്കും നടന്നു. എന്നാൽ സോണി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ പുറകിലേക്ക് പോകുന്നതനുസരിച്ച് അവൾ മുൻപിലേക്കും നടന്നു. അവളെ വിടടാ, സോണി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും വിഷ്ണു ഒന്നുകൂടി ഷീതുവിൻ്റെ മുടിയിൽ അമർത്തിപ്പിടിച്ചു. ആ വേദന കൊണ്ട് അവൾ പറഞ്ഞു പോയി. അടുത്തേക്ക് വന്ന ഞാനിവളെ തീർത്തു കളയും. ആരടി നീ? തൻ്റെ അരയിൽ തിരികിയിരുന്ന കത്തിയെടുത്ത് ഷീതുവിൻ്റെ കഴുത്തിലേക്ക് വെച്ചുകൊണ്ട് അവൻ സോണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ ആരാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ ഒന്ന് തൊട്ടു നോക്ക്. സോണി തൻ്റെ തോളിലുണ്ടായിരുന്ന ബാഗ് തറയിലേക്ക് വെച്ചതിന് ശേഷം അവനെ നോക്കി പറഞ്ഞിട്ട് കൈകൾ രണ്ടും മാറിൽ കെട്ടി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഷീതു ആണെങ്കിൽ തൻ്റെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു. ഇനി ഒരു പക്ഷേ ഇത് അവളും വിഷ്ണുവും തമ്മിലുള്ള കളിയാണോ എന്ന് പോലും ഷീതു ഒരു നിമിഷം ചിന്തിച്ചു. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിലെ സംശയം അവൾക്കൊരിക്കലും വിഷ്ണുവിനെ അറിയാൻ വഴിയില്ല എന്നുള്ളതായിരുന്നു. എന്താടാ, നിനക്ക് ധൈര്യമില്ലേ? നീയല്ലേ പറഞ്ഞത് ഞാൻ അടുത്തേക്ക് വന്നാൽ നീ അവളെ കൊന്നുകളയുമെന്ന്? എന്നിട്ടെന്താ നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? അവൾ കൈകൾ മാറിൽ കെട്ടി അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ കൈ വിറയ്ക്കാനോ? അതും ഇവളെപ്പോലെയുള്ള ഒരു പീറ പെണ്ണിനെ കൊല്ലാൻ? വേണ്ടി വന്ന നിന്നെ രണ്ടിനെയും കൊല്ലാൻ എനിക്ക് ധൈര്യമുണ്ട്. അതും പറഞ്ഞ് അവൻ ഒന്നുകൂടി ഷീതുവിൻ്റെ കഴുത്തിലേക്ക് കത്തി അമർത്തി. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് സോണി അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. വിജയിച്ചു എന്നുള്ള ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. അത് കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവരുടെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നിയത്. അങ്ങനെ സംശയം തോന്നിയതും അവൻ തല ചരിച്ചു വെച്ച് പുറകിലേക്ക് നോക്കി. തങ്ങളുടെ പുറകിലായി നിൽക്കുന്ന 3 പേരെ കണ്ടതും അത് ആരൊക്കെയാണെന്ന് അവന് മനസ്സിലായില്ല. അവൻ പുറകിലേക്ക് നോക്കിയ ആ സമയം കൊണ്ട് സോണി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടിത്തെറിപ്പിച്ചിരുന്നു. കത്തി നിലത്തേക്ക് വീണതും ഷീതു സംശയത്തോടെ അവളെ നോക്കി. പെട്ടെന്ന് അവൻ്റെ പുറകിലുണ്ടായിരുന്ന ആരോ അവൻ്റെ കയ്യിൽ പിടിച്ച് അമർത്തി. സോണി ഷീതുവിൻ്റെ കയ്യിൽ പിടിച്ച് അവളുടെ അടുത്തേക്കും വലിച്ചു. അത്രയും നേരം അവൻ കഴുത്തിൽ അങ്ങനെ പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. ചേച്ചി ഓക്കെ ആണോ? സോണി അവളെ നോക്കി ചോദിച്ചതും പെട്ടെന്ന് സോണിയുടെ നാവിൽ നിന്നും ചേച്ചി എന്നുള്ള വിളികേട്ട് ഷീതു ഞെട്ടിപ്പോയി. അവൾ സംശയത്തോടെ കണ്ണുകൾ നിറച്ച് തൻ്റെ മുൻപിൽ നിൽക്കുന്ന സോണിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഇങ്ങനെ സംശയിച്ച് നോക്കുന്നേ? ഞാൻ സോണി തന്നെയാ. ചേച്ചി ഓക്കെ അല്ലേ? അവൾ പുഞ്ചിരിയോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. സോണിയുടെ കണ്ണുകൾ ഷീതുവിനെ കണ്ട് നിറഞ്ഞിരുന്നു. നീ എന്താ ഇവിടെ? അവൾ സംശയത്തോടെ തിരികെയും ചോദിച്ചു. ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ മാത്രമല്ല അവരും. സോണി മുൻപിലേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഷീതു അവിടേക്ക് നോക്കി. എന്നാൽ അവൾ അവിടേക്ക് നോക്കുന്നതിന് മുൻപേ തന്നെ ആരുടെയോ ചവിട്ടേറ്റ് വിഷ്ണു നിലത്തേക്ക് വീണിരുന്നു. ഷീതു അങ്ങോട്ടേക്ക് നോക്കിയതും കാണുന്ന കാഴ്ച ചാർലിയും അവൻ്റെ അനിയന്മാരും കൂടി വിഷ്ണുവിനെ നിലത്തിട്ട് തകർത്ത് വാരുന്നതാണ്. ചാർലി ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും അതേ കര വരുന്ന മുണ്ടുമായിരുന്നു വേഷം. ക്രിസ്റ്റി ഒരു ബ്ലൂ കളർ ഷർട്ടും അതേ കര വരുന്ന മുണ്ടും. റയാൻ ഒരു ബ്ലാക്ക് ഷർട്ടും മുണ്ടുമാണ് വേഷം. അവരെവിടെ കണ്ടതും ഷീതു ഞെട്ടിപ്പോയിരുന്നു. കാരണം അവരെല്ലാവരും നാളെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇന്ന് തന്നെ വന്നതെന്നായിരുന്നു അവളുടെ മനസ്സിൽ ചിന്തിച്ചത്. അവരെ 3 പേരെ അവിടെ കണ്ടതും ഷീതു സംശയത്തോടെ നോക്കി നിന്നു. തൻ്റെ കൺമുൻപിൽ കാണുന്നത് ഒന്നും തന്നെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവർ 3 പേരും കൂടി വിഷ്ണുവിനെ ഒരു പരുവം തന്നെ ആക്കിയിരുന്നു. ചേച്ചി, ഞെട്ടലോടെ അവരെ നോക്കി നിൽക്കുന്ന ഷീതുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൾ വിളിച്ചു. ആ തൻ്റെ മുൻപിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ചാർലി നിലത്ത് കിടക്കുന്ന വിഷ്ണുവിനെ ഷർട്ടിൻ്റെ കോളറിൽ ചുരുട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊടാൻ നിനക്ക് ധൈര്യം ഉണ്ടായത് എങ്ങനെയാടാ? ചാർലി അതും പറഞ്ഞ് അവൻ്റെ കവിള താഞ്ഞടിച്ചു. ഇച്ചായ, പെട്ടെന്ന് അവൾ അവനെ വിളിച്ചു. മിണ്ടിപ്പോകരുത് പുല്ലേ. കൈ ചൂണ്ടിക്കൊണ്ട് അവൻ അവളുടെ നേരെ പറഞ്ഞതും ഷിതു ഞെട്ടിപ്പോയി. അത്ര ദേഷ്യത്തോടെയായിരുന്നു അവൻ അവളോട് സംസാരിച്ചത്. പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യഭാവം കണ്ട് അവൾക്ക് സങ്കടം വന്നു. ക്രിസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി മാലയും ബൊക്കയുമായിട്ട് നിൽക്കുകയാണ് പെമ്പിള്ളേര് 4 പേരും. പെട്ടെന്നാണ് നന്ദയുടെ അടുത്തേക്ക് ആകാശ് വന്ന് നിന്നത്. അവനെ കണ്ടതും നന്ദ ഒരു ലോഡ് പുച്ഛം മുഖത്തണിഞ്ഞു. ഇവളുടെ മുഖം എപ്പോഴും ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുകയുള്ളൂ ചേച്ചി, ഇവിടെ വേറെ ഭാവങ്ങളൊന്നും വരാറില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി. അവളുടെ മുൻപിൽ നിൽക്കുകയായിരുന്ന ആരുവിനെ നോക്കി ചോദിച്ചു. നിങ്ങളല്ലേ ഒരുമിച്ച് പഠിച്ചത്? അവളുടെ മുഖത്ത് ഭാവങ്ങളൊക്കെ ഞങ്ങളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന നിനക്കല്ലേടാ ഉണ്ണി?
ആര്യ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവളങ്ങനെ പറയുന്നത് കേട്ട് നന്ദ മുഖം കൂർപ്പിച്ച് വെച്ച് ആര്യയെ ഒന്ന് നോക്കി. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ഇവള് വീട്ടിൽ വന്നിട്ട് എനിക്കിട്ട് തരാൻ. നിങ്ങളായി നിങ്ങളുടെ ഭാവി കാര്യങ്ങളായി. ആര്യ അവളെ നോക്കുന്നത് കണ്ട് കൈതൊഴുതുകൊണ്ട് പറഞ്ഞതും ലാസ്റ്റ് അവൾ പറഞ്ഞ ഡയലോഗ് കേട്ട് നന്ദ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ചിരി വന്നിരുന്നു. ചേച്ചിമാരെ, ഈ നിൽക്കുന്ന പൊട്ടിത്തെറിയ ചേച്ചിമാർക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാൻ എത്ര നാളായിട്ട് ഇവളെ നോക്കുന്നുണ്ട്. ഇവൾക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഇവളെ ഇഷ്ടമാണെന്ന്. ഒരു പോസിറ്റീവ് സൈൻ പോലും ഈ പെണ്ണ് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ വേറെ ഏതെങ്കിലും പെൺപിള്ളേരെ സെറ്റാക്കും. അവനൊരു പുഞ്ചിരിയോടെ മുണ്ടും മടക്കി കുത്തി അവരെ നോക്കി പറഞ്ഞു. എന്നാൽ അവൻ പറയുന്നത് കേട്ട് നന്ദ അവനെ പുച്ഛിച്ചു വിട്ടു. ചേച്ചി, അങ്ങനെ വേറെ പെൺപിള്ളേരുടെ പുറകെ പോയാണെങ്കിൽ എനിക്കത് പുല്ലാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അങ്ങനെ വിട്ടുകൊടുക്കാനല്ലല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് പറഞ്ഞു കൊടുക്ക് ചേച്ചി. അവൻ വീണ്ടും അവരോട് പറഞ്ഞു. സത്യത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ചേച്ചിമാരുടെ പേര് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അവരുടെ സംസാരവും വഴക്കും ഒക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബാക്കി 3 പേരും. വീണ ചേച്ചി, കൂടുതൽ ഷോ ഇറക്കിയ ഇപ്പം ഇവിടെ വെച്ച് ഞാൻ ഇവളെ പ്രപ്പോസ് ചെയ്യുന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. പിന്നെ അത് നാണക്കേടായി പോയി ആളുകൾ കണ്ടു എന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ വെറും നാണമില്ലാത്തവനാ. ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യും. അവൻ വാശിയോടെ അവളെ ഒന്ന് നോക്കി പറഞ്ഞു. അത്ര ധൈര്യമാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്യാൻ പറയേ ചേച്ചി അങ്ങോട്ട്. അവളും വെല്ലുവിളിക്കുന്നത് പോലെ തിരികെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ട്. അതിന് ഞങ്ങളെ 3 പേരെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യം എന്താ? രണ്ടെണ്ണത്തിനും മുഖത്തോട് മുഖം നോക്കി സമാധാനത്തോടെ സംസാരിക്കാൻ വയ്യ. രണ്ടിനും ഈഗോ പ്രശ്നമാണ്, താഴ്ന്നു കൊടുക്കാൻ വയ്യാത്ത പ്രശ്നം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? ആരു അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. ഞാനും ഇവളും കല്യാണം കഴിച്ചാലുള്ള സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അവൻ തൻ്റെ വലത് കൈകൊണ്ട് നെഞ്ചൊന്ന് തടവിയതിനു ശേഷം അവളെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നത് കേട്ടതും ബാക്കിയുള്ള പെൺപിള്ളേർക്കാണ് ചിരിയും നാണവും വന്നത്. നന്ദയാണെങ്കിൽ അവനെ അടിമുടിയൊന്ന് നോക്കിയതിനു ശേഷം കലിപ്പിച്ച് കാണിച്ചു. ഇവൻ ഒരു നാണോ ഇല്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഏട്ടത്തിയമ്മമാരല്ലേടാ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ വേണോ റൊമാൻറ്റിക് ടോക്സൊക്കെ? വീണ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ചേച്ചിമാരെ, ഇവള് പറഞ്ഞ വെല്ലുവിളി ഞാനങ്ങ് ഏറ്റെടുക്കാൻ പോവാ. ഇല്ലെങ്കിൽ ഞാൻ ധൈര്യമില്ലാത്തൊരു പുരുഷനാണെന്ന് എൻ്റെ പെണ്ണ് വിചാരിച്ചാലോ? അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ മാത്രമല്ല, പെൺപിള്ളേരെല്ലാവരും അവനെ തന്നെ നോക്കി. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. അവൻ ഉടനെ തന്നെ നന്ദയുടെ കയ്യിലുണ്ടായിരുന്ന ബൊക്കയിൽ നിന്നും ഒരു പൂവെടുത്തു. ശേഷം അത് നന്ദയുടെ നേർക്ക് തന്നെ നീട്ടി. കുറേ ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നതുകൊണ്ടും അവരുടെ സംസാരവും മറ്റും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ചേച്ചിമാരെ, നിങ്ങളെ സാക്ഷിയാക്കി ഞാനത് നടത്താൻ പോവാ. അത് പറഞ്ഞതിന് ശേഷം അവൻ നന്ദയുടെ നേർക്ക് തൻ്റെ പൂവ് നീട്ടി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഐ ലവ് യു പൊട്ടിത്തെറി, ലവ് യു സോ മച്ച്. അവൻ പറഞ്ഞുകൊണ്ട് ആ പൂവ് അവൾക്ക് നേരെ നീട്ടിയിരുന്നു. അതവൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രപ്പോസൽ ആയതുകൊണ്ട് തന്നെ അവനോട് തിരികെ എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു നന്ദ. നന്ദേ, വീണയും മറ്റും അവളെ കളിയാക്കാൻ തുടങ്ങി. നന്ദയ്ക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. ഇതുപോലൊരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് താൻ ഇത്രയും നാളും കാത്തിരുന്നത്. അവൻ്റെ സംസാരവും രീതികളും ഒക്കെ കണ്ട അവന് തന്നോട് ഇഷ്ടമുള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ താൻ അവനോട് പ്രപ്പോസൽ നടത്തിയ അത് അവൻ എങ്ങനെ എടുക്കുമെന്നും ഇതുവരെ അറിയില്ലായിരുന്നു. ഒരു പക്ഷേ അവൻ്റെ മനസ്സിൽ തന്നോട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വെറുതെ നാണം കെടേണ്ടെന്ന് കരുതിയിട്ടാ ഇതുവരെയും അവനോട് ഒന്നും തുറന്നു പറയാഞ്ഞെന്ന് അവൾ ആ നിമിഷം ചിന്തിച്ചു. ദേ വാങ്ങിക്ക്. 3 പേരും ഒരുമിച്ച് പറഞ്ഞതും നന്ദ പതിയെ ആ പൂവ് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറ. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തതല്ലേ? ആര്യ അവളോട് പറഞ്ഞു. അത് കേട്ടതും നന്ദ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ തിരികെ തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു ആകാശ്. ഈ പ്രപ്പോസൽ ഞാൻ സ്വീകരിക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. നന്ദ പറയുന്നത് കേട്ടതും എല്ലാവരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് എന്നെ ഇനി പൊട്ടിത്തെറിയെന്ന് വിളിക്കരുത്. കുഞ്ഞു കുട്ടികൾ പരാതി പറയുന്നത് പോലെ അവൾ മുഖം കുനിച്ച് പറയുന്നത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. എല്ലാവരും ഒരുപോലെ അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. അവരെല്ലാവരും ചിരിക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി അവൾക്കും അവനെ തിരികെ ഇഷ്ടമാണെന്ന്. ചാർലി അവളോട് അങ്ങനെ പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചേച്ചി സങ്കടപ്പെടേണ്ട. അത് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം കണ്ടതുകൊണ്ട് ചാർലി ചായൻ ദേഷ്യപ്പെട്ടതായിരിക്കും. ഞങ്ങളെല്ലാവരും ചേച്ചിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചേച്ചിയെ ഈ ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നതുകൊണ്ടാണ് ചാർലി ചായൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. സോണി അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവർ 3 പേരും കൂടി വിഷ്ണുവിനെ പൊതിരെ തല്ലിച്ചതച്ചു എന്ന് തന്നെ പറയാം. വിഷ്ണു അവശനായി പോയിരുന്നു. ചാർലി അവൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ കവളിൽ കുത്തിപ്പിടിച്ചു. പറയടാ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? നീ എന്തിനാ എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? അവൻ ദേഷ്യത്തോടെയും അമർഷത്തോടെയും അവനെ നോക്കി ചോദിച്ചു. അവൾ എന്തോ പറയാനായി തുടങ്ങിയതും ചാർലി കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു.
നീ മിണ്ടരുത്. നിന്നോട് ചോദിക്കുമ്പോൾ മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി. ചാർലി ഒരു താക്കീതോടുകൂടി അവളോട് പറയുന്നത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പറയടാ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നോന്ന് അവൻ വീണ്ടും ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ നാഗമഠത്തിലെ ഗോവിന്ദനും വാസുദേവനും പറഞ്ഞിട്ടാ ഞാൻ അതും പറഞ്ഞ് വിഷ്ണു ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഇവിടെ അമ്പലത്തിൽ വെച്ചാണ് ഞാനിവളെ കാണുന്നത്. എനിക്ക് പെണ്ണുങ്ങളോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നാഗമഠത്തിലെ കുട്ടികളോടൊപ്പം വന്ന ഇവളെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് ഞാനൊരു കൂട്ടുകാരനോട് ഇവളെപ്പറ്റി പറഞ്ഞു. അന്ന് അത് കേട്ടിട്ടാണ് അയാൾ അവിടേക്ക് വന്നത്. അതും പറഞ്ഞ് വിഷ്ണു കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഓർത്തു. തൻ്റെ കൂട്ടുകാരനോട് അവളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയത്. തിരിഞ്ഞു നോക്കിയതും ഗോവിന്ദനാണ്. എന്താടാ, നാഗമഠത്തിലെ പെണ്ണിനെ തന്നെയാണോ നീ നോട്ടം ഇട്ടിരിക്കുന്നത്? അയാൾ ഒരു പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു. അത് പിന്നെ അയാളെ അവിടെ കണ്ടതും വിഷ്ണുവിന് ചെറിയൊരു പേടി തോന്നി. നീ വന്നേ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അതും പറഞ്ഞ് അയാൾ അവനെയും വിളിച്ചുകൊണ്ട് കുറച്ച് മാറി നിന്നു. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളിവിടെ വന്നപ്പം മുതൽ നീ അവളെ ശ്രദ്ധിക്കുന്നതും നോട്ടം ഇടുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. എവിടെ വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിന്നത്. അയാൾ പറയുന്നത് കേട്ട് വിഷ്ണു വല്ലാതെയായിരുന്നു. അത് പിന്നെ ഞാൻ വെറുതെ അയാൾ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി വിഷ്ണു എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാകാൻ വേണ്ടി നോക്കി. നീ പേടിക്കണ്ട. നീ അവളെ നോട്ടം ഇട്ടോന്ന് കരുതിയിട്ട് ഞാനോ നാഗമഠത്തിലുള്ളവരോ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെയാണ് നിന്നെ എൻ്റെ മുൻപിൽ കാണിച്ചു തന്നത്. അതും പറഞ്ഞ അയാൾ ഷീതുദേവൻ്റെ മകളാണെന്നും അയാളുടെ വരവിൽ വാസുദേവനും അയാൾക്കും ഒട്ടും തന്നെ താല്പര്യമില്ലെന്നും എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കി തരണമെന്നും അയാൾ അവനോട് പറഞ്ഞു. നിനക്ക് അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങളും ചെയ്തു തരാം. പക്ഷെ അവസാനം അവൾ ജീവനോടെ ഉണ്ടാവരുത്. നിനക്കൊരു ശല്യമായിട്ട് അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. ആദ്യം അവൾ, പിന്നെ അവളുടെ മകൾ, അതിനുശേഷം ഞങ്ങളുടെ ദേവേട്ടൻ. ഇത് മൂന്നുമാണ് നിന്റെ ടാർഗറ്റ്. പണം എത്രയാണെന്ന് വെച്ചാൽ ഞാനും വാസുദേവനും വാരിത്തരും നിനക്ക്. എന്ത് പറയുന്നു? ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഇതാകുമ്പോൾ കാക്കയുടെ വിശപ്പും മാറും, പശുവിൻ്റെ ചൊറിയും തീരും. ഗോവിന്ദൻ വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നത് കേട്ട് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ വിഷ്ണുവിനും തോന്നി. അവൻ അയാൾക്ക് കൈ കൊടുത്തുകൊണ്ട് ആ ഡീൽ ഉറപ്പിച്ചു. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും റയാൻ അവൻ്റെ മോന്തയ്ക്കിട്ട് ഒരു ചവിട്ട് കൊടുത്തു. അവൻ നിലത്തേക്ക് ചെന്ന് വീണ്ടും പതിച്ചു. ഏട്ടത്തെയും കുഞ്ഞിനെയും കൈവെക്കാൻ നോക്കുന്നു നായെ, റയാൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം തറയിൽ കാലുകൊണ്ട് അമർത്തി. ആ, അവൻ വേദന കൊണ്ട് പൊളഞ്ഞു പോയിരുന്നു. അത് കണ്ട് ഷീതു കണ്ണുകൾ ഇറുക്കി അടച്ചു.